സുനിഷ, നേരത്തെയും ഇത്തരം ഒരു പ്രതികരണം വന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിലപാട് തിരുത്തിയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് അവസാനവട്ട പ്രചാരണത്തിലേക്കൊക്കെ കടക്കുമ്പോൾ നിലപാട് തിരുത്തി വരുന്നു? എന്താണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്? ശ്രുതി, തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരം UDF BJP തമ്മിലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതായത് ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല എന്നതായിരുന്നു റിപ്പോർട്ടറിനോട് തരൂർ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് തിരുത്തുകയാണ്. LDF-ഉം ശക്തമായ എതിരാളികളാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം ശശി തരൂർ നമ്മളോടൊപ്പം സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത്. കാരണം ഈ നേരത്തെ UDF-ഉം BJP-യും തമ്മിലുള്ള മത്സരമാണ് എന്നത് പറഞ്ഞതിനു ശേഷം തന്നെ LDF ഇത് വലിയ രീതിയിൽ പ്രചാരണായുധമാക്കി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അഹങ്കാരത്തിന്റെ ഭാഷയാണ് ഈ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. തരൂരിനെ പോലൊരു പ്രമാണി ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ജനങ്ങളിൽ ഒരാളായി പന്ന്യൻ രവീന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് തരൂരിന് ഇത്രത്തോളം പുച്ഛമുള്ളത്. കോടീശ്വരന്മാർക്കൊപ്പം മത്സരിക്കാൻ ഈ പന്ന്യൻ രവീന്ദ്രന് എന്തർഹത എന്നതാണ് തരൂർ ചോദിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം LDF-ന്റെ വലിയ തോതിലുള്ള പ്രചരണം നടന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഏതായാലും ശശി തരൂർ ഇപ്പോൾ നിലപാട് മാറ്റുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് 3-4 ആഴ്ചകൾക്ക് മുൻപ് വരെ NDA തന്നെയായിരുന്നു ശക്തമായ എതിരാളിയായി തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ LDF-ന്റെ പ്രവർത്തനം കാണുമ്പോൾ അത് വലിയ തോതിൽ തന്നെ ശക്തരായ എതിരാളിയായി LDF-നെയും തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ NDA തന്നെയായിരുന്നു സെക്കൻഡ് സ്ഥാനത്ത്, 2ാം സ്ഥാനത്തായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവരെ ചെറുതായി കാണാൻ പാടില്ല. കേന്ദ്ര സർക്കാർ ഇവരുടേതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏത് രീതിയിലും സന്ദേശം പലരിലേക്കും എത്തിക്കാൻ അവർക്ക് പല മാർഗങ്ങളുമുണ്ട്. അതുകൊണ്ട് NDA ചെറുതായി കാണരുത്. പക്ഷേ ഇപ്പോൾ NDA-യും LDF-ഉം തമ്മിലുള്ള ദൂരം കുറയുന്നു എന്നത് തന്നെയായിരുന്നു. അതായത് അവർക്കിടയിലുള്ള മത്സരം കുറച്ചുകൂടി ശക്തമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ LDF-ഉമായും അതേസമയം തന്നെ NDA-യും UDF-നുള്ളത് സമദൂരമാണ്. അതായത് കൃത്യമായി ഒരേ രീതിയിൽ ശക്തമായ മത്സരം ഇരു കൂട്ടരുമായി നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നത് തന്നെയായിരുന്നു ശശി തരൂർ പറയുകയും ചെയ്തത്. ശ്രുതി, ഏതായാലും തുടക്കത്തിൽ ശരി, സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്തെ മത്സരം UDF-ഉം BJP-യും തമ്മിലെന്ന പ്രസ്താവന തിരുത്തിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂർ. LDF-ഉം ശക്തരായ എതിരാളിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്.